കോൺഗ്രസിനകത്ത് അതായത് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലം കൊച്ചിയിൽ മാത്രമല്ല തൃശ്ശൂരിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മേയർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അവിടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ ലാലി ജെയിംസ് വലിയ വിമർശനം ഉന്നയിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ പദവി പണം വാങ്ങി വിറ്റു എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു ലാലി ജെയിംസ് ഉന്നയിച്ചത്. ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് എതിരെയാണ് ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ലാലിയുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവിടെ നിജിൻ ജസ്റ്റിൻ ആണ് കോൺഗ്രസിന്റെ ഡോക്ടർ നിജി ജസ്റ്റിൻ ആണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. കിഴക്കും പാട്ടുകര ഡിവിഷനിൽ നിന്ന് ആണ് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള നിജിക്ക് ഇത്തരത്തിലൊരു പദവി നൽകിയത് പണം വാങ്ങിച്ചാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. അവിടെയായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചത്. പക്ഷേ സംഘടനാ തലത്തിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം തനിക്കല്ലല്ലോ എന്ന മറുപടിയാണ് നൽകിയത്. തിരുവനന്തപുരത്ത് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ ആരായിരിക്കും വിജയിക്കുക എന്നത് അറിയാൻ സാധിക്കും. കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. അതായത് ഏറ്റവും ഒടുവിലത്തെ അവസാനം ഫലം എന്ത് എന്നറിയാൻ ഇനി അല്പസമയം കൂടി മതി. എന്താണ് വിവരങ്ങൾ? കൊച്ചിയിൽ വോട്ടെണ്ണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡിവിഷനിലെയും കൗൺസിലർമാർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നത് അനുസരിച്ച് ഇപ്പോൾ വേർതിരിച്ച് വെക്കുന്നു. അതിനുശേഷമായിരിക്കും കൗണ്ട് ചെയ്യുക. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നു. അതിനുശേഷം ഔദ്യോഗികമായി കണക്ക് രേഖപ്പെടുത്തിയ ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകും. 2.5 വർഷത്തേക്കുള്ള മേയർ ആരായിരിക്കും എന്നത് സംബന്ധിച്ച തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. 2 ടേമായി മേയർമാർ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിലാദ്യത്തെ ടേം എന്നതാണ് VK മിനിമോൾക്ക് നൽകുന്നത്. അങ്ങനെയാണ് VK മിനിമോൾ കൊച്ചിയുടെ മേയർ ആകാൻ പോകുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് തിരിച്ചുപിടിച്ച കൊച്ചി വീണ്ടെടുക്കുമ്പോൾ വ്യാവസായിക തലസ്ഥാനം എന്ന പ്രത്യേകതയുണ്ട് കൊച്ചിക്ക്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ ആണ് കൊച്ചി എന്നത്. കൊച്ചിയുടെ ഭരണം തിരികെ പിടിക്കുമ്പോൾ അത് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കോൺഗ്രസിന് കരുത്തേക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനി നമുക്ക് ദൃശ്യങ്ങളിൽ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. വോട്ട് എണ്ണുന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇനി അനൗൺസ്മെന്റ് മാത്രമാണോ ശേഷിക്കുന്നത്? അഭിലാഷ്, ഇനി അതൊരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നത് മാത്രം വന്നാൽ മതി. ബാക്കി നടപടിക്രമങ്ങൾ, വോട്ട് എണ്ണലടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഒരു അകലം മാത്രമേ ഉള്ളൂ VK മിനിമോൾ കൊച്ചി മേയർ എന്ന ഒരു പദവിയിലേക്ക് എത്താനായിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും ഇത് ഒരു വോട്ടെണ്ണൽ നടപടികളടക്കം പൂർത്തിയായിരിക്കുന്നു. ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ അതുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് വിമതനായി ചുള്ളിക്കലിൽ നിന്ന് ലഭിച്ച ഫാസ്റ്റൻ ബാബു UDFിനാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ പ്രഖ്യാപനമാണ്. ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത് അഡ്വക്കേറ്റ് മിനിമോൾ VK ആണ്. രണ്ടാമത്തെ സ്ഥാനത്തിൽ ജഗദാംബിക 22 വോട്ട്സ്. മൂന്നാമത്തെ സ്ഥാനത്തിൽ പ്രിയ പ്രശാന്ത് 6 വോട്ട്സ്. ഈ ഒരു വിജയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അഡ്വക്കേറ്റ് മിനിമോൾ VK അവരാണ്.
യെസ്, അങ്ങനെ UDF സ്ഥാനാർത്ഥിയായി മിനിമോൾ ഇതാ മേയറായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വോട്ടെടുപ്പിന് ശേഷം വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഔദ്യോഗികമായി മിനിമോളുടെ ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മിനിമോൾ ഇതാ കൊച്ചിയുടെ മേയറായി ചുമതലയേൽക്കാൻ പോകുന്നു. 2 ഘട്ടമായി മേയർ പദവി പങ്കുവയ്ക്കുക എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2.5 വർഷക്കാലം കൊച്ചിയെ നയിക്കാൻ പോകുന്നത് മിനിമോൾ തന്നെയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വോട്ട് ഭൂരിപക്ഷം ഈ വോട്ടെടുപ്പിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഡാനി ചേരുന്നുണ്ട്. ഡാനി, കൊച്ചി മേയർ ആര് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതാ വന്നിരിക്കുന്നു. അഭിലാഷ്, ഒട്ടും അത്ഭുതപ്പെടുത്തേണ്ട പ്രഖ്യാപനമല്ല. വളരെ കൃത്യമായ ഒരു മെജോറിറ്റിയിൽ UDF സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി തന്നെ എല്ലാ വോട്ടുകളും വീണിരിക്കുന്നു. ഒപ്പം തന്നെ UDF വിമതനായിരുന്ന ബാസ്റ്റൻ ബാബു കൂടി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 48 വോട്ടുകളിലേക്ക് അത് വന്നിരിക്കുന്നു. അങ്ങനെ നല്ല മെജോറിറ്റിയിൽ, കൃത്യമായ രീതിയിലുള്ള ഒരു മെജോറിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. ഒരു വോട്ടും അസാധുവായില്ല, ഒരു വോട്ടും മറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. വളരെ കൃത്യമായ ഒരു മെജോറിറ്റിയിൽ തന്നെയാണ് VK മിനിമോൾ കൊച്ചി നഗരസഭയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. UDF സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഐക്യകണ്ഠേന എന്നത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. ഇവിടെ മത്സരിച്ച മറ്റു വോട്ടുകൾ 22 വോട്ട് ഇപ്പോൾ അനുമോദന യോഗം ജില്ലാ കളക്ടർ G. പ്രിയങ്ക അനുമോദിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു നടപടികളിലേക്ക് പോവുകയാണ്, ദൃശ്യങ്ങളിലേക്ക്. അഭിലാഷ്, ഇപ്പോൾ സത്യപ്രതിജ്ഞ